നമ്മുടെ എലുകുട്ടി പെനക്കണ്ട. എന്താ പരിപാടി? മരുമോൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നു? മരുമോൾക്ക് വേണ്ടി ചക്കയട ഉണ്ടാക്കണോ? ചക്കട ഇന്ന് വന്നിട്ട് പറയാണ് അവള് നാട്ടിൽ പോയിക്കല്ലേ, പോയിട്ട് വരുമ്പോ സർപ്രൈസ് കൊടുക്കാന്ന്. അല്ല, അവൾക്ക് നമ്മൾ വെൽക്കം പറഞ്ഞില്ല. പറഞ്ഞോളൂ. സോയിക്കുട്ടിയുടെ പോലെ പറ. അങ്ങനെയൊന്നും പറയില്ല. ഞാൻ സോയിക്കുട്ടി സ്റ്റൈൽ പറ. സോയിക്കുട്ടിയുടെ സ്റ്റൈലിൽ നിന്നുണ്ട് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അല്ലേ. ഞാൻ അങ്ങനെയല്ല പറയണേ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെൽക്കം പറയുന്നത്. സാധാരണ സോണാണ് എല്ലാം പറയാറ്. ഇന്ന് സോനും 2 ദിവസത്തേക്ക് വേറൊരു സ്ഥലത്ത് പോയേക്കാണ്, പോയേക്കുന്ന. അപ്പൊ അവള് നാളെ ഉച്ചക്ക് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഈ ചക്ക അവിടെ ഇരുന്നത് പഴുത്തു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ പഴുത്തത് ഒത്തിരി പഴുത്താനും തിന്നാൻ പറ്റൂല. അപ്പൊ ഞാൻ വിചാരിച്ചു അവൾക്ക് ഭയങ്കര ഇഷ്ട ചക്കട. അപ്പൊ അവള് വരുമ്പോഴത്തേക്കും ചക്കട, ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് വരുമ്പോഴത്തേക്കും ചക്കട ഉണ്ടാക്കി കാണുമ്പോൾ അവൾക്ക് സന്തോഷാവുമല്ലോ. അമ്മായിമ്മ അങ്ങനെ ഉണ്ടാക്കി വെച്ചോ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ചക്കട ഉണ്ടാക്കി കൊടുക്കാം അവൾക്ക്. ഞാൻ പതുക്കെ ഒന്ന് വേവിച്ച് വെച്ചു. അപ്പൊ ഇന്ന് നമുക്ക് ചക്കട ഉണ്ടാക്കി കഴിയുമ്പോ അവൾക്ക് കൊടുക്കാം. ഇപ്പൊ ഞാനും സോനം എവിടെയും പോകുമ്പോ ഞങ്ങൾ വരുമ്പോ എന്തെങ്കിലും മിക്കവാറും ചക്ക ഇറച്ചി വെച്ച് വെക്കും, കപ്പ ഇറച്ചി വെച്ച് വെക്കും. അപ്പൊ നമ്മൾ കപ്പ ഇറച്ചി വെച്ചെന്ന് പറയുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ അത്. അപ്പൊ അതേപോലെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷം ആകും എന്ന് വിചാരിക്കുന്നില്ല. വരും സന്തോഷമാകും. അവർക്ക് ചക്കട ഭയങ്കര ഇഷ്ടമാണ്. നീ നോക്കിക്കോ, ചക്കട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊടിയിടുന്നു. നമുക്ക് പിന്നെ ഇപ്പൊ എല്ലാവർക്കും ചക്കട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ ഓരോരുത്തരുടേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ചക്കട ഉണ്ടാക്കുമ്പോ എപ്പോഴും ഇത്തിരി റവ കൂടെ ചേർക്കും. അരിപ്പൊടി തന്നെയാകുമ്പോ ഇങ്ങനെ ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഇത്തിരി റവയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോ നമുക്ക് ഇഷ്ടം. ഇത് റവ, ഇത് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ഉദ്ദേശം വെച്ചൊക്കെ അങ്ങ് ഇടണമെന്നേ ഉള്ളൂ. അതിന്റെ ഇത്ര എണ്ണം അങ്ങനെയൊന്നുമില്ല. സീക്രട്ട് ഒന്നുമല്ല. തേങ്ങാക്കൊത്ത്, ചില ആൾക്കാർ തേങ്ങാക്കൊത്ത് വറുത്തിടും. അപ്പൊ എനിക്കതൊന്നും താല്പര്യമില്ല. നമ്മളെല്ലാം ഡയറക്റ്റുള്ള പരിപാടിയാണ്. പിന്നെ ഏലക്കായും ജീരകമൊക്കെ പൊടിച്ചതാണ് വെച്ചേക്കുന്നത്. അപ്പൊ അതും കുറച്ചിടും. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ സോണത്തിന് ഈ ഇലയിൽ ചുടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടോ. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അമ്മച്ചി പറിച്ചു വെച്ച് നോക്ക്, കുഞ്ഞലിയാ അമ്മച്ചിക്ക് കുഞ്ഞലി കിട്ടിയത്. ചീത്ത പറഞ്ഞില്ല. എന്തിനാ കുഞ്ഞലാന്ന് ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് അതെ കിട്ടിയുള്ളൂ. അമ്മേനെ കുറ്റമൊട്ട് കാര്യമില്ല. അമ്മയ്ക്കൊന്നും കയറി പറിക്കാനൊന്നും പറ്റൊന്നുമില്ല. അമ്മയ്ക്ക് മുകളിൽ കയറിയൊന്നും പറിക്കാൻ പറ്റൂല. കാടിനുള്ളിലൊക്കെ ഇത് കാടിനുള്ളിൽ പോയി പറിച്ചേ. നമ്മുടെ അവിടെ ഉള്ളിൽ കയറി അവിടെ കാടാടെ. ഇവിടെ പണ്ടുണ്ടായിരുന്നു. ഇവിടെ പണ്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴാണ് ആവശ്യം. അതെ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. അല്ല, നമുക്ക് എന്ത് സാധനം നമ്മുടെ വീട്ടിലുള്ളപ്പോ നമുക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല. തപ്പിക്കൊണ്ടിരിക്കുക. ഇത് നമ്മള് ഞാനും സോന ഒരു പ്രാവശ്യം ശർക്കര, നല്ല ശർക്കര അവൾക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട്. നമുക്ക് എന്താ മരുമോളോട് ഇത്ര സ്നേഹം. അവള് നമ്മളോട് അതേപോലെ പെരുമാറുന്നേ. നമ്മളോട് കൊച്ചു വന്നിട്ട് തോന്നുന്നു. അവള് നമ്മുടെ അടുത്ത് പെരുമാറുന്ന അനുസരിച്ചല്ലേ നമുക്ക് അങ്ങോട്ട് സ്നേഹം വരുന്നേ. നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. എന്താപ്പാ ബായോ എന്താണ് എന്തെടുക്കത്? പഠിച്ചൊക്കെ ട്യൂഷന് പോയി വന്നാ? നാളെ അപ്പാപ്പൊന്നിച്ച് മൂവിക്ക് പോവും. നാളെ സോനം വരുമല്ലോ. നാളെ സോനമ്മയ്ക്ക് കൊടുക്കാൻ ചക്കട ഉണ്ടാക്കണം അമ്മ. ഓക്കെ, സോയിക്കുട്ടിനെ കുറച്ച് കാര്യങ്ങള്. അവളിവിടെ ഇല്ല. എന്ത് വേണേലും പറയാം. ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല. പറയാം. അവിടെ ഉള്ളപ്പോ നമുക്ക് മുട്ട വരക്കണേ. അപ്പൊ ഉള്ള പോലെ പറഞ്ഞു, മനസ്സിലായോ? അമ്മ പേടിയൊന്നും വേണ്ട, മകൻ രക്ഷിക്കും. ഓക്കെ.
രക്ഷിക്കേണ്ടതൊന്നുമല്ല, പക്ഷെ അവളെ കുറിച്ച് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നീ ആയിട്ട് ഇനി പറഞ്ഞ അവളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കാതെ അവളെ കൊണ്ട് ഇപ്പൊ എന്താണ് കുഴപ്പം? ഞാനും അവളും ചില്ലടിച്ച് നടക്കുക, പിന്നെ എനിക്ക് ഞാനും അവളും ചില്ലടിച്ച് നടക്കല്ലേ. എവിടൊക്കെ പോകുന്നത്? പിന്നെ ഞാൻ അവളെ എൻ്റെ കുറ്റം പറയണേ. നമുക്ക് ഒരു ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു മരുമോളെ കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ അവരെ നന്നായിട്ട് കൊണ്ടുപോയി നടക്കാം. അതല്ലേ നമ്മൾക്ക് വേണ്ടത്. മരുമോളെന്ന് പറയാൻ പറ്റൂലടാ, ഞാൻ നിങ്ങളെയൊക്കെ കാണുന്ന പോലെ അവളെയും കാണുള്ളൂ. അവൾക്കേ ഇപ്പൊ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും അവൾക്ക് കഴിക്കാൻ കൊതി തോന്നിക്കഴിഞ്ഞാൽ എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ 2 ആഴ്ച മുമ്പ് അവള് ചുമ്മാ ഇരുന്നപ്പോ പറഞ്ഞു ഇത്തിരി ചക്കര ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. 2 ആഴ്ച ആയില്ല കേട്ടോ. അപ്പൊ പിന്നെ അന്ന് സമയമില്ലാത്തതാണ് അങ്ങ് വിട്ടു. അപ്പൊ അവൾക്ക് എൻ്റെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തിന്നാൻ കൊതി തോന്നുമ്പോ നമ്മുടെ വീട്ടില്. പിന്നെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നിന്നോട് പറയാം, വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നമ്മുടെ അടുത്തല്ലേ പറയുന്നേ. അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നിങ്ങളാണേലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ അതുണ്ടാക്കാന്ന് മക്കള് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരു സന്തോഷല്ലേ. എന്നെക്കാളും വില കൊടുക്കുന്നുണ്ടല്ലോ. ബലിയാ? നമ്മുടെ സ്വന്തം വയറ്റിലുണ്ടായതാ. സ്വന്തം വയറ്റിലൊക്കെ ഉണ്ടായതാ. അവള് സ്വന്തം വയറ്റിലല്ലെങ്കിൽ പോലും മകള് തന്നെയാണ്. മകളെ പോലെ തന്നെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് അവൾ എന്നെയും സ്നേഹിക്കുന്നത്. ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ അവൾ ഇങ്ങോട്ടും എനിക്ക് അതേപോലെ സ്നേഹം തരും. നമ്മൾ അങ്ങോട്ട് ദേഷ്യവും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് തിരിച്ചത് തന്നെ കാണിക്കും. അത് ശരിയാ. എത്രയോ അമ്മമാരെയൊക്കെ മക്കളൊന്നും എങ്ങും കുണ്ടവാദിയൊക്കെ ഇരിക്കുന്നു അല്ലേ? അവരെ കൂടെ സാഹചര്യം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല എന്താണ്. ഇപ്പം എന്ത് വേണമെങ്കിലും പോകുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞാൽ ചടേന്ന് മേടിച്ചു തരും. എന്നൊരു കുഴപ്പമില്ല. ചടേന്ന് മേടിച്ചിട്ട് ചടേന്ന്. എന്താ പറഞ്ഞത്? പൈസ എവിടെയും പോകുമ്പോ അവളുടെ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മേടിച്ചു തരും. ഞാൻ ഇപ്പൊ എന്തെങ്കിലും വേണം, ചെരുപ്പ് വേണം, അല്ലെങ്കിൽ അത് വേണം, നമുക്കത് വാങ്ങിക്കാം. അല്ലെങ്കിൽ അവൾ എന്നോട് ചോദിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എന്ന്. എവിടെയും പോകുമ്പോൾ എവിടെ പോയാലും അവൾ എന്നോട് ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ, മേടിച്ചോളാൻ പറയാറുണ്ട്. ഞാൻ പിന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ മേടിക്കൂല, ആവശ്യമുണ്ടെങ്കിൽ മേടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മൾ അതിനെ ഇല്ലാതെ ആക്കണം. എന്നത്തിനാ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അതാണ് നല്ലത്. അപ്പൊ നാളെ അവള് വരുമ്പോ ഞാൻ ജോലിക്ക് പോയേക്കായിരിക്കും. അപ്പൊ നോക്കണം ചക്കയുടെ കണ്ടപ്പോ അവൾക്ക് സന്തോഷമായോ? സന്തോഷാവും, അത് ഉറപ്പാ. മഞ്ഞ വഴി ചക്കടത്തില്ല. എന്നോടും പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ. പറഞ്ഞോ നിന്നോട്? ചിക്കൻ കറി എനിക്ക് ഉണ്ടാക്കാറിയില്ല. ബീഫ് പിന്നെ ഉണ്ടാക്കി മടുത്തു. പിന്നെന്തുണ്ടാക്കാനാണ്? 2 ദിവസം പോയപ്പോഴത്തേട്ടും ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം. അതാണ് ഞങ്ങളൊന്ന് ഇവിടെ പോയിട്ട് രാവിലെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നില്ലേ. പക്ഷെ നീ കപ്പിറച്ചി വെച്ചതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉള്ളില്. ചുന്തിരി ഇതിന്റെ ഇലയുടെ ഇത് കണ്ടോ? വെയ്ത് കണ്ടോ? വലിയ ഇല കണ്ടോ? അമ്മച്ചിയുടെ 3-4 ഇല കൂടണ ഇതുണ്ട്. കുറ്റം അയ്യെ കുറ്റം പറഞ്ഞല്ലടാ. ഇതുപോലത്തെ വലിയ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ചുടാനായിട്ട്. മറ്റേ ചെറുതാകുമ്പോ ഭയങ്കര പാടാ. ഗോൾഡോ? വീഡിയോ കാണുമ്പോൾ ഗോൾഡ് വരെ തോന്നുന്നു. ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം പറയായിരിക്കും. വാ അയ്യോ അമ്മ തന്നെ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കാവോ? അത്രയുള്ള കാര്യം. നിനക്ക് എന്ത് ചോദിക്കാണ്ടല്ലോ ഇപ്പൊ ചോദിച്ചോ. അവളില്ലാത്തപ്പല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ 3 ദിവസമൊക്കെ അവള് പോയിട്ടേ എന്തോ പോലെ. അതാണൊരു അവസ്ഥ. നാളെ തുള്ളിച്ചാടിങ്ങ് വരും. ഒരു ദിവസം 3-4 വീഡിയോ കോള് ചെയ്യണേ. അതങ്ങനെയാ. അത് അകലന്തോറും സ്നേഹം കൂടും, മിസ് ചെയ്യും അല്ലേ? അടുത്തിരിക്കുമ്പോ അങ്ങനെ വിചാരിക്കരുത്. അതെന്താ അവളുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഓളം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ വായന വന്നോണ്ടിരിക്കൂലേ. നമുക്ക് ഇപ്പൊ ഇവിടെ കാരണം ചിരിക്കാനേ നേരമുള്ളൂ. എന്തെങ്കിലും ഒരു പൊട്ടത്തരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞില്ലല്ലോ നാട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ പോയിട്ട് വന്നാണ്. ഇപ്പൊ അത് വരും, ഉടനെ വരും ആള്. 3 ദിവസക്കുള്ളിൽ അപ്പൊ കൂട്ടാ വിടത്തില്ല. വേറെ കേസ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങള്. അമ്മയും വിടത്തില്ല. അമ്മ പറഞ്ഞ വീട്ടിലെ പണി ചെയ്യണം. പോടാ അങ്ങനെയൊന്നും പോ. വീട്ടിലെ പണി ചെയ്യാനാണോ വീട്ടിലുള്ള ആൾക്കാർ? എനിക്ക് സോന അവിടെ പോയാൽ ഞാനും പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അത് ഞങ്ങൾ 2 ആഴ്ച പോയാലും എനിക്ക് 2 ആഴ്ച പറ്റില്ല. അയ്യോ ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതായത്
നിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു ഓളം ഇല്ലടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോന ഉള്ളപ്പോ എനിക്ക് അവൾക്ക് എന്തെങ്കിലും വർത്തമാനം പറയാം, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാം. നിന്റെ അടുത്ത് അധികം അങ്ങനെ എന്തു സംസാരിക്കുന്ന, നിനക്ക് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മളെന്ത് സംസാരിക്കാനാ? എനിക്ക് വേറെ വീട്ടിൽ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കണമെങ്കിലും സോനം കൂടെ ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളൂ. സോനോ നിങ്ങളും കേട്ടോ, മക്കളും എവിടെ പോകണമെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക്, അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇതേടെ അവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. അവളെ കൂടുതൽ അങ്ങനെ സ്നേഹം കൊടുക്കണം. അമ്മ അപ്പനില്ല, അവർക്ക് വേറെ ആരുമില്ല. ഇപ്പൊ ചേച്ചും ചേട്ടൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഫാമിലി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വേണം അവൾക്ക്. അവള് പറയണെന്ന് വെച്ചാൽ അമ്മ ഒരു കുട്ടിയുള്ള ലോകം അവൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇല്ലാത്ത ലോകേ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ. അയ്യോ അതൊക്കെ അല്ല, നമ്മളിപ്പോ എന്ത് വന്നാലും അത് തരണം ചെയ്ത് പോണം മനുഷ്യൻ. അതും ശരിയാണ്, പോണം. അതിപ്പോ അങ്ങനെയാണ്, നമ്മുടെ പ്രകൃതി നിയമം അതാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അവൾക്ക് വിഷമമൊന്നും ഇല്ലാത്ത രീതിയിൽ, ഞാൻ അങ്ങനെയാ വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. പിന്നെ ഞാനും സോനം എവിടെ പോയാലും എനിക്ക് ഭയങ്കര ചില്ലാണ്. ഞാനും സോനം പോകുമ്പോഴേ ഞങ്ങളുടേതായ ഒരു ഇതാണല്ലോ, ആൻസൂട്ട് എങ്ങും വരുവോ ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് അതിപ്പോ പെൺമക്കളുള്ള അമ്മമാർക്കറിയാം, പെൺമക്കളുടെ കൂടെയൊക്കെ എവിടെയൊക്കെ പുറത്തു പോകുമ്പോ ഭയങ്കര ഒരു ഇതാണ്. നാളെ അവള് വരുമ്പോ നീ ഇവിടെ ഉണ്ടാവോ? 1 മണിക്ക് ഉണ്ടാവോ? അല്ലടാ, അപ്പൊ നീ രാവിലെ പോവാ. നമ്മുടെ സോയിക്കുട്ടി എത്തിയിരിക്കുന്നു ഗൈസ്, നമുക്ക് നോക്കാം. ഹലോ സോയിക്കുട്ടി, മിസ് മീ? അറിയാം അറിയാം, മിസ് ചെയ്യില്ല, നന്നായിട്ട് അറിയാം. മിസ് ചെയ്തോ? നമ്മുടെ സോയിക്കുട്ടി 3 ദിവസം നാട്ടിൽ പോയിക്കായിരുന്നു. എന്തൊക്കെയായിരുന്നു, കുറെ നേരം കരഞ്ഞിട്ടാണ് പോയത്. ബിസിനസ്. I love you. I love you. How much? So much. Miss Bonito? Oh no. Ina paghahag chete. Oh, nya. Oh, punyo nya. അയ്യോ, എത്ര നാളായി കെട്ടിപ്പിടിച്ചിട്ട്. അപ്പൊ നമ്മുടെ സോയിക്കുട്ടിക്ക് വന്നിരിക്കുന്നു ഗൈസ്, സോയിക്കുട്ടി വന്നിരിക്കുന്നു. വീട്ടിലെത്തി. വീടൊക്കെ ക്ലീനിങ് ഉണ്ടോ? ഇത് തന്നെ എലിക്കുട്ടി പറഞ്ഞത്, എലിക്കുട്ടി ഇത് പറഞ്ഞായിരുന്നു. വന്നു കഴിഞ്ഞാൽ ക്ലീൻ തുടങ്ങും അവൾക്ക്. എന്താ വ്ളോഗിംഗ് ഉണ്ടായിരുന്നോ? വാട്ട് എനിത്തിങ് കുക്കിംഗ് സ്പെഷ്യൽ? പുളിച്ച് പഠിച്ചോ? ഇതൊക്കെ ബുക്ക് കച്ചിലോ? ഓ, സ്പെഷ്യൽ ഒന്നുമില്ലല്ലോ. അടക്കം ഉണ്ടോ? ഞാൻ രാവിലെ ചിന്തിച്ചാണ് അട. പിന്നെ ഞാൻ വിചാരിച്ച അമ്മക്ക് ശരിയാവും അട ഉണ്ടാക്കട്ടോ വിചാരിച്ചു. ഞാൻ പിന്നെ വിചാരിച്ച അമ്മ ജോലിക്ക് പോകൂലേ, പാവം ടയർഡാവും, വേണ്ട വിചാരിച്ച് ഒന്ന് പറഞ്ഞില്ലേ. എനിക്ക് അമ്മേ ഇങ്ങനെ വിചാരിച്ചാ അല്ല, അമ്മ എന്തെങ്കിലും പറഞ്ഞത് നമുക്ക് ബ്ലോഗ് എടുക്കാം, സോയിക്കുട്ടിയുടെ ഇത് നോക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചത് ഉണ്ടാക്കണല്ല, അല്ല ഞാൻ അവർക്ക് അറിയില്ല, വന്നിട്ട് റിയാക്ഷൻ പിടിക്കാൻ പറഞ്ഞു. അത് അമ്മയോടെ ഉണ്ടാവൂലല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു കഴിക്കണ സാധനമല്ലോ, പിന്നെ ഇത്ര റിയാക്ഷൻ ഈ ഇടയ്ക്ക് എന്ത് ഇത്ര പ്രശ്നം? എന്താ എത്ര പ്രത്യേകം? എന്താ ചക്കട ഭയങ്കര ഇഷ്ടമാണല്ലോ എനക്ക്. അന്നെ പോണു മുമ്പ് എനക്ക് കഴിക്കുന്ന കൊതി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അമ്മക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോ ചക്ക ഉണ്ടാക്കിട്ടോ പറയാൻ വിചാരിച്ച്. പിന്നെ ജോലി പോയി വരുമ്പോ ടയർഡ് ഉണ്ടോ, ഞാനില്ലല്ലോ, അപ്പൊ വേണ്ട വിചാരിച്ചു. ഇത് വരുമ്പോ ഇങ്ങനെ കണ്ടോ, നമുക്ക് ഉള്ളിലൊക്കെ എല്ലാം മനസ്സിലാവണുണ്ട്. ഹലോ, പോവാ എവിടെ പോവാ? അമ്മ എടുത്തിട്ട് ഞാൻ വരില്ല. അത് ഓക്കെ, മഴ എത്താം. ഓക്കെ, 3:30. അപ്പൊ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പൊ സിനിമയ്ക്ക് പോയിട്ട് വൈകിട്ട് അമ്മയുടെ ഇത് നോക്കാം. ഓക്കെ, അമ്മയുടെ പ്രത്യേക നന്ദി പ്രകടനമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അത് തന്നെ. എന്തെങ്കിലും പൊട്ടിക്കണം അപ്പൊ തന്നെ അല്ലേ, സമാധാനം ഉണ്ടാവില്ല.
കുട്ടി ഇതെന്താ സ്ട്രോയോ? അത് അമ്മയുടെയോ? അമ്മയ്ക്ക് ആ കൊച്ചിന്റെ അല്ലേ ഇത് സ്ട്രോ. അപ്പൊ സോയ്ക്കുട്ടിക്ക് അപ്പൊ കുട്ടിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. കണ്ണടച്ചേ, എന്താ കണ്ണടക്ക് 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 കണ്ണടക്കട്ടാ, തിന്നാനേ? കണ്ണടക്ക്. എന്നാ പാല് പാലില്ലെങ്കിൽ പറ്റില്ലല്ലോ. അതെ. ഞാൻ ഇവിടെ ഓർത്താ പോയി മേടിച്ച് അല്ലെങ്കിൽ ഈ പാലിന് കൈ നിറഞ്ഞ് വെച്ചല്ലേ ചീത്ത. ഇത് കൊള്ളൂല. മൂവിഷ്ടായ മൂവിഷ്ടായ ഞാൻ പുണ്ണുസൊക്കെ വേണ്ടി പോയി. എന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. എന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. എന്താ ഞാന് ഇന്നലെ ആയപ്പോ വീഡിയോ കോൾ ചെയ്താൽ ആരാശം വിചാരിച്ച് അട ഉണ്ടാക്കണം വിചാരിച്ചു. പിന്നെ വയ്യ ആവൂലേ, അത് കാരണം പറയാത്ത. അപ്പൊ വരുമ്പോ അട റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അതാ റെഡിയായി നിക്കണ്ടായി. ആരുടെ നിക്കണ്ടായിരുന്നു ജനഗണമന വഴി അല്ലേ? നിക്കായിരുന്നു. ഞാൻ പോണ മുമ്പ് അവർക്ക് പോയി ചക്ക കഴിക്കുന്ന കൊതിയാവുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്കട കഴിച്ചോ? ഒരെണ്ണം കഴിച്ചിട്ട് പോയില്ല. വരുമ്പോ ഗ്യാസായി. മോട്ടറിൽ നിന്ന് നനഞ്ഞല്ല നിറഞ്ഞ്. ഇന്നലെ ഏഴിനോട് പറഞ്ഞത് കംപ്ലൈന്റ് വന്നു. 7 കൊണ്ടുവന്ന ഇലയാണ്. ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ പോയി പറഞ്ഞു കഴിയൂല, കാലില്ലാത്ത വല്ലവരും ഒടിച്ചാന്ന് ഇലയാ കൊണ്ടുവന്നു. എന്റെ അമ്മയ്ക്ക് വെച്ച് എന്റെ അമ്മ കൊണ്ട് പോയി വെച്ചു കാട്ടാണ് പറഞ്ഞു. അന്ന് മനലനോട് ഇല പറയാൻ പറയണ്ട. അമ്മ ഈ ഇലയിലൊക്കെ ഉണ്ടാക്കുന്നേ, ഉണ്ടാക്കിയില്ലേ വേണ്ടൂല. ചക്കപ്പ തിന്നോന്ന് പറഞ്ഞൊന്നും എല്ലാം എന്നിട്ട് പിന്നെ ഞാൻ പോയി അവിടെ പോയി പറിച്ചിട്ട് വന്നു. അവിടെ പോയി രണ്ടമ്മമാര് മത്സരാണ്. കണ്ടാ രണ്ടമ്മമാര് മത്സരമാണ്. ചെറുത്. അങ്ങനെ നമ്മളെ സോയിക്കുട്ടി നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. വീട്ടിൽ പോയേക്ക് തിരിച്ചു വന്നു. അത് നമ്മളെ ഇവിടെ അടിയുണ്ടാക്കി 3 ദിവസം പണിക്ക് പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. പിണങ്ങി പോയതൊന്നല്ല. അതല്ല, അതെ ചക്ക സ്നേഹം. അമ്മായിമ്മക്ക് ചക്ക സ്നേഹം ഭയങ്കര തക്ക സ്നേഹം. മരുമോട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി ഇഷ്ടല്ല. അല്ല കാട്ടിപ്പോയാണ് കുറച്ച് രണ്ടുപേരും. ഇതെവിടെയാണ്? അതാണ് പാമ്പൊക്കെ അല്ലേ? പാമ്പൊക്കെ ഉണ്ടാവും. വലിയ 10 കൊടുത്ത് പാമ്പുണ്ടാവും. പാമ്പ് കണ്ടാലും ഓടും. അല്ല ഞാൻ എന്നിട്ട് പാമ്പല്ല ഓടുന്നേ. പാമ്പ് ഓടും. നിറച്ചും ചുള്ളികളുള്ള സ്ഥലം. ഞാൻ ചുള്ളിയുടെ ചുള്ളിലും എല്ലാം ഉണ്ടാവും. ഉണ്ടാവും. ഈ എന്റെ ആവശ്യമില്ല, എന്തിനാ റിസ്ക് എടുക്കുന്നത്? പണ്ട് പ്ലാവിലയില് കുത്തിവെച്ചാ ഉണ്ടാക്കിയിരുന്നത്. അത് അമ്മയ്ക്ക് മടിയായതുകൊണ്ട് പ്ലാവിലാകുമ്പോ അവനന്റെ വീട്ടിൽ ഇഷ്ടംപോലെ പ്ലാവല ഉണ്ടായിരുന്നു. കുത്തിയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കും. ഇടന്നൽ വറക്കാൻ എപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് കഞ്ഞിയിൽ മറ്റേ സ്പൂൺ പ്ലാവ് കിട്ടിയത് കുടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അത് എന്താ 3 ദിവസം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. 3 ദിവസം ഇവിടെ പണി കൂടുതലുണ്ടായിരുന്നു. എനിക്ക് പണി കൂടുതലായിരുന്നു. അതാണ്. അയ്യോ ഇവിടെ വന്നത് ചോദിച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തൊന്നുമില്ലേ? ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാനിന്നലെ പറഞ്ഞു വരുമ്പോ ക്ലീൻ ചെയ്യാം, എന്നെ ക്ലീൻ ചെയ്യാം. അത് പറഞ്ഞത് അത് 3 ദിവസത്തേക്ക് നാട്ടിൽ പോയിക്കല്ലേ? അല്ല ഓരോ നാട്ടിൽ പോയിക്കട. ഇവിടെ വരുമ്പോ നോക്കോ എല്ലാം ഒന്ന് തുടച്ച് പഠിച്ച് ഒരു എന്നെയും തുടക്കും. 3 ദിവസം ഞങ്ങളുണ്ടായിരുന്നില്ല നിന്റെ കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. 3 ദിവസം കാല് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മനസ്സിലായോ? നീ കൂടുതൽ വർക്ക് എടുക്കുമ്പോഴാണ്, ആവശ്യമില്ലാണ്ട് വർക്ക് എടുക്കുമ്പോഴാണ്. എവിടെ ആവശ്യമില്ലാത്ത എടി ഞാൻ ആവശ്യമായിട്ട് വർക്ക് ചെയ്യില്ലേ? നീ എല്ലാ ദിവസവും വീട് ക്ലീൻ ചെയ്ത് വെട്ടിത്തിളങ്ങൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ പോയിപ്പോ ഒന്ന് വീഡിയോ ഒന്നും വ്ളോഗ് ഒന്നും ചെയ്തില്ലേ. ഞാൻ എന്റെ ആവശ്യത്തില് കുറച്ച് സമയത്തൊക്കെ വേണ്ടി പോയായിരുന്നു. തിരിച്ചു വന്നു. ആ വഴിക്ക് തന്നെ പോവാൻ വിചാരിച്ച് ഇവൾക്ക് ഇതിനെക്കാളും വലിയ സ്വർഗം അവിടെ കിട്ടും.
അത് അവള് പറയട്ടെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് യാത്ര അടിപൊളി ഉണ്ടായിരുന്നു. അമ്മയുടെ ചക്കട അടിപൊളി ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എവിടെങ്കിലും പോയി വരുമ്പോ ഉണ്ടാക്കി വെക്കുമ്പോ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ താങ്ക് യു നമ്മുടെ സുജിയമ്മ. ഒരു ഉമ്മ കൊടുത്ത് നമ്മുടെ ഏലുകുട്ടി പെനക്കണ്ട. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ് ആയിട്ടില്ല, ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലെ കാണാട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ.